സോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് മികച്ചൻ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് വിഷു ആണ്. ഇന്ന് വിഷുവിൻ്റെ വീഡിയോ ആണ്. ഐ മീൻ എനിക്കങ്ങനെ വലിയ വിഷു ഒന്നുമില്ല, പക്ഷേ കണിയൊക്കെ വെച്ചിരുന്നു. ഇതാണ് നമ്മുടെ കണി. സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു, അവർക്ക് എടുത്ത് മാറ്റി. കാരണം ഞാനിപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ. അയ്യോ, ഞാൻ കണിയൊന്നും കണ്ടിട്ടില്ലേ. കണ്ട, ഇത് ഞങ്ങളുടെ കണിക്കൊന്ന കേട്ടോ. ഞങ്ങളുടെ കൊന്നയാണ്, ചീഞ്ഞ് പണ്ടാരടങ്ങി പോയി. ഇപ്പം അതൊന്നും നമുക്ക് ചെയ്യില്ല. അപ്പോൾ ഹാപ്പി വിഷു എല്ലാവർക്കും. കൈനീട്ടം ചോദിച്ച് വാങ്ങുക, തരാത്തവരെ കൊങ്ങയ്ക്ക് പിടിച്ച് വാങ്ങുക, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി കുളിക്കണം, കാര്യങ്ങൾ ചെയ്യണം. ഇന്നിനി കുറച്ച് സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഹാപ്പി വിഷു. അപ്പോൾ ഗൈസ് ഇന്നലെ കൊന്ന പറിക്കണ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ കുളിച്ച് തുണിയും കുപ്പായം മാറ്റി വരുമ്പോഴേക്കും നിങ്ങളതൊക്കെ കാണി. നമ്മളെ കണിക്കൊന്ന ആകെ ചീഞ്ഞു. ഇനി ഇത് കളയണം. ഞാൻ വണ്ടീൻ്റെ മേലെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് കരുതിയിട്ടാണ്. ഒന്നും നടന്നില്ല, മടിയായി പോയി. പടക്കമൊന്നും വാങ്ങിയിട്ടില്ല ഇവിടെ. പിന്നെയും പണ്ടേ പടക്കം വാങ്ങിയില്ല. മീൻസ് കുറച്ച് കാലം മുമ്പ് വാങ്ങിയിരുന്നു, പിന്നെ ഈയിടെയായിട്ട് പടക്കം വാങ്ങിയതില്ല ഇവിടെ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടോളി. കണീൻ്റെ നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഫോട്ടോ ആഡ് ചെയ്യാം. അതുപോലെ അപ്പോൾ ഇന്നലത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് കൊന്ന പൊട്ടിക്കണതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോഴേക്കും ഞാനൊന്ന് അടിപൊളിയാവട്ടെ. ഓക്കെ. കണി 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 ഇതാ കണി കണി കാണൂ. കണി കാണേ. ഇത് കണി കണ്ടോ കുഞ്ഞപ്പ? വിഷു കണി കണ്ടു. വിഷുക്കണി കണ്ടു. വിഷുക്കണി കണ്ടോ? മലന്ന് കിടക്കാതെ പറയടി. വിഷുക്കണി കണ്ടോ? വിഷുക്കണി കണ്ടോ? മിഷൻ കണിക്കൊന്ന അത് കിട്ടുമോ? ചമ്മി ചമ്മി എറിഞ്ഞാളി. ആ ആ ഒന്നും കത്തുന്നില്ല. കത്തിക്ക് കത്തിക്ക് കത്തിക്ക്. ഇത് ഏതെങ്കിലും ഒന്ന് പൊട്ടണല്ലോ. ആ പൊട്ടട്ടെ. ഓ അത് പവർ ഉണ്ടായിരുന്നു. അത് പവർ. കത്തിച്ചിട്ടാണ്ട് ഇട്ടാ മതി. അപ്പുറത്തെ സൈഡ് ഒരു തേക്കിൻ. അതിന്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടാവും. അല്ല ആ അത് ചീറ്റി. ചീറ്റി. അവസാന ട്രൈ ആട്ടത് ഇതില് കിട്ടുവോ? ആ അതിലിങ്ങട് മാറുന്ന ഒന്നെങ്കിൽ കൊന്ന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. ആ ഓടിക്കോ. യെസ് യെസ്. നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കി. ആ കൊമ്പിന്റെ അറ്റത്തൊന്ന് വെച്ച് നോക്കി. ഞാൻ കരുതി ഈ കൊന്നപ്പൂ കൊണ്ട് ഒരു ആറാട്ട്. ഒന്ന് 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 അങ്ങനെ നമുക്ക് കൊന്ന കിട്ടി. കൊന്ന കിട്ടി. ഒരു കൊന്നയ്ക്ക് വേണ്ടിയിട്ട് ജീവനടക്കം. ഇവിടെ കൊന്ന കിട്ടി. സിതാര ഹാപ്പി ആയില്ലേ? എത്ര മേലെ. അത് പവർ ഉണ്ടായിരുന്നു. അത് പവർ. അത് പൊട്ടി. രണ്ടു മൂന്നാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമേ പൊട്ടുള്ളൂ. കുഞ്ഞപ്പാ ഹാപ്പി വിഷു പറ. കുഞ്ഞപ്പാ ഹാപ്പി വിഷു പറ. പൊട്ട ഹാപ്പി വിഷു പറ. ഞങ്ങൾ തെണ്ടാനിറങ്ങി. കുഞ്ഞപ്പൻ
വിഷുവായിട്ട് പുറത്തിറങ്ങിയതാണ്. ഈ ഇവിടെ ആകെ നോക്കി മാങ്ങയൊക്കെ ചീഞ്ഞ് ഇതിൻ്റെ മേലെ പ്രാവശ്യം കുറേ മാങ്ങ ഉണ്ട് കേട്ടോ. ഒറ്റൊന്നു പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ആകെ മൊത്തം സോമനായി. ഇങ്ങോട്ട് നോക്കേ. ചാടാനുള്ള പ്ലാനാണ്. പുറത്തേക്ക് ഇങ്ങനെ ചാടിയാലേ കണ്ണി കണ്ട കാടമ്പൂച്ചേൻ്റെ ഒപ്പമൊക്കെ പോയിട്ട് തെണ്ടി നടക്കാറ്. വിടില്ലാന്നെ, പുറത്തേക്ക് വിടില്ല. കണ്ടോ, പുറത്തേക്ക് വിടില്ല. എന്താ നോക്കേ, നോക്കേ കൊണ്ട 500 500 give me my 500. ആ കൊണ്ട ഓ 200 നോട്ട് കൂടണ്ടേ, വേഗം കൊണ്ടേ. ഒന്ന് നീ അടുത്ത പോതാട്ടെ. 300 അനുഗ്രഹിച്ചിരിക്കുന്നു. അനീഷ് മാമ ഉണ്ട്. അനീഷ് മാമ ഉണ്ട് നിങ്ങൾക്ക്. ഇങ്ങോട്ട് കൊണ്ട എന്തെടുത്ത് വെച്ചിട്ടില്ല? ചിരിക്കേ അമ്മമ്മേ. അച്ഛന് പൈസേന്റെ ആവശ്യമല്ലേ, എനിക്കല്ലേ പൈസേന്റെ ആവശ്യം. കൊണ്ടേ നിങ്ങളെ ഞാൻ ബൈക്കില് സവാരി കൊണ്ടുപോലില്ലേ? കൊണ്ടേ എങ്ങിട്ട് 19 തീയതി എന്താ? 19 തീയതി ഇന്റർസോണാണേ. ഇങ്ങളെങ്ങിട്ടാ എന്താണ് കണി ഇവിടെ കെണി വെച്ചിട്ടേ? അതെന്തിനാ അങ്ങനെയൊക്കെ? എല്ലായിടത്തും ഒരാളെ തന്നെയല്ലേ നിങ്ങളൊക്കെ കാണണത്. അവിടെ എന്താല്ലേ, അവിടെ എന്തൊക്കെയല്ലേ പറേ? പറേ അവിടെ എന്തൊക്കെയല്ലേ? കണി കണ്ടു കഴിഞ്ഞിട്ടൊക്കെ വന്നപ്പോ വെച്ച് മോഡേൺ അല്ലേ? അവിടെ വെച്ചാ മതി. അമ്മമ്മേ കൊടുക്കേ. നിങ്ങടെ അമ്മായിയമ്മേന്റെ ഇതുണ്ട്. അങ്ങനെയല്ല, നേരെ നിന്ന് വാങ്ങേ. ഇത് ഒരുമാതിരി കൈക്കൂലി വാങ്ങണ പോലെ. അമ്മമ്മ നേരെ കൊടുക്ക്. അപ്പൊ മൊത്തം 1000 രൂപയായി. നീ നേരെ 500 ബൾക്കാണ്ട് കൊടുത്താ മതി. ഇങ്ങനെ തിരിഞ്ഞിക്കേ. നീ അടുത്ത് മഞ്ജു നിന്നോളൂ. പൊര നിറഞ്ഞു നിന്നോണ്ടൊന്നും എല്ലാം കിട്ടി. ഇത് ഇതിന്റെ പിന്നാലെ എന്തൊക്കെയാ ഒന്നുമില്ല കുട്ടിയെ പോട്ടെ. ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. നീണ്ടോ കൈ നീട്ടം? നീണ്ടോ അതോ കൈ നീട്ടി ഒന്ന് തരുമോ? അല്ലല്ല, ഒരു കൊല്ലത്തിലൊരു വട്ടം കൈനേട്ടം. കൈനേട്ടല്ല, കൈ നീട്ടും. കൈ നീട്ടി ഒന്ന് തരും. ഈ സാധനം ആ സാധനം ഒന്നും നേരെ വെക്കില്ല കേട്ടോ. സ്ഥലം കാലിയാക്കിക്കോ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. വണ്ടി കൈ കൊണ്ടല്ലേ പെരടിക്ക് അങ്ങോട്ട് കിട്ടും. അതാ പറഞ്ഞേ, ആ പൂ അടിപൊളിയാണ്. ഞങ്ങൾ കൊന്നപ്പൂ വെക്കാൻ മറന്നു. എന്നിട്ട് പിന്നെ ഈ കൊന്ന ഇന്നലെയാണ് പറിച്ചേ. 500 വേണോ? 500 വേണോ? കൈ നീട്ടി ഒന്ന് തരട്ടെ. ഞാൻ ഉദ്യോഗമില്ലാത്ത വ്യക്തിയല്ലേ, എനിക്ക് ഉദ്യോഗമില്ലല്ലോ, എനിക്ക് പണിയില്ലല്ലോ. മൂത്തതാന്ന് കരുതിയിട്ട് ഇജെന്തൊക്കെ തരാ? ഞാൻ ഇത് തന്നിട്ട് പോയാ മതി. കൈ നീട്ടം കൊണ്ടാ? ഇല്ലേ, മഞ്ജു തന്നിട്ടില്ലേ? നമ്മളങ്ങനെ അടുത്ത പിരിവിന് വരികയാണ്. എന്തത്
ആ എവിടെ എവിടെ എടുത്തോളൂ എടുത്തോളൂ. പിരിവ് പിരിവ് എവിടെ? വിഷുവായിട്ട് പെട്ടോ പെട്ടോ, നീ കുടുങ്ങി. ഓടി ഓടി ഓടി. പേര് മാത്രമേ ഉള്ളൂ, നല്ല നല്ല വസ്ത്രത്തില് 34 മാത്രമേ ഉള്ളൂ. ഫണ്ട് പോരട്ടെ, ഫണ്ട് പോരട്ടെ. ഫണ്ട് കളക്ട് ചെയ്തു, ഫണ്ട് കളക്ട് ചെയ്തു. തല്ലാൻ വന്നിട്ടാണ്. എടാ ഇജ അവിടെ നിക്കടാ. എന്റെ മുണ്ടും കേടുവരുത്തി കരയിപ്പിച്ച്. ഞാൻ നീച്ച കേട്ടോ, എന്നാലേ മഴ. രണ്ട് കൈ ഒന്നില് ക്യാമറയിൽ പോയി, അല്ലെങ്കിൽ ബ്ലോഗിലിടാ നിങ്ങളുണ്ട്. ഇതാണ് എന്റെ സമ്പൽ സമൃദ്ധിയായ ചെറിയച്ഛൻ. എന്താ എന്താ പടക്കൊന്നും പൊട്ടിക്കില്ലേ? റിസ്ക് കഴിഞ്ഞിട്ട് ഞാൻ നീച്ചിക്കട്ടെ. അനുഗ്രഹിക്കേ. അങ്ങനെ നമ്മള് ചെറിയ വീട്ടിൽ നിന്നൊക്കെ പോന്നു. മിച്ചറ് തിന്നെയാണ് അവിടെ അമ്മേന്റെ വീട്ടിലെത്തി. വിശന്നിട്ട് രാവിലെ ഒന്നും തിന്നിട്ടില്ല. അപ്പൊ എല്ലാരും സദ്യയായി, ബിരിയാണിയോ ചിക്കനോ പായസമൊക്കെ കുടിക്കുക, എൻജോയ് ചെയ്യാം. ഓക്കെ, കൈനീട്ടം കൈനീട്ടം പിടിക്കേ. എന്റെ വക എന്നാ ജെടുത്തേക്ക് കൈനീട്ടാണ്. അനുഗ്രഹിച്ചു കേട്ടോ. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. പോരെ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നമ്മള് ചില്ലീസ് പോവാം. ചില്ലീസ് എന്തൊരു ചൂടാ. AC ഇങ്ങോട്ട് വന്ന പിന്നൊരു പ്രത്യേക സുഖം. സീറ്റ് ബെൽറ്റ് ഇടാട്ടോ. ആദ്യം വണ്ടി തിരിക്കട്ടെ. കഴിവുള്ള സൈനബ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ചില്ലീസിലേക്ക് എത്തിയിട്ട് കാണാം. എങ്ങനെ നിങ്ങള് എൻജോയ് ചെയ്യണല്ലേ? അമ്മമ്മേ എന്താ തിന്നണേ? എന്താ ഓർഡർ ചെയ്തിണേ? പറയേ. ചോറോ? അതിനെന്താ കറി? ഇജെന്താ ഓർഡർ ചെയ്തിണേ? ചിക്കൻ ബിരിയാണി. എങ്ങനെ പെണ്ണ് പറഞ്ഞേ? പറയേ പ്ലീസ്. പറേ. കയ്യ് മാറ്റേ. എന്താ കയ്യ് മാറ്റേ? സിത്താരെന്താ ഓർഡർ ചെയ്തേ? AC-ന്ന് വെള്ളം ലീക്കായി, ഞങ്ങളെ സ്ഥലം മാറ്റി. ഞാൻ സോഫയിൽ.
ഞാൻ കാണാല്ലേ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡിങ് കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക്. ഷാജി, ഫുഡ് എങ്ങനെയുണ്ട്? ഞാനൊരു അൽഫാമും ലേശം മന്തി റൈസും വയ്യ, വിശപ്പില്ല എന്നല്ല, അത്ര കഴിക്കാൻ പറ്റില്ല. ഇനി വീട്ടിൽ പോട്ടെ, വീട്ടിൽ പോയിട്ട് ഉറങ്ങണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഓരോരുത്തർ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് പറയും. വളരെ മോശം. ഫുഡ് എന്താന്ന് വെച്ചാൽ ഗ്യാസ് ഇല്ലാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചില്ലീസിൽ. ഇപ്പോ ചൂടില്ലാത്ത ഭക്ഷണം, അതാണ് പ്രശ്നം. ഫിഷ് ഫ്രൈ ഒന്നും തീരെ ചൂടില്ല. അൽഫാം പിന്നെ ആൾറെഡി ഇതിലാണ് അടുപ്പ് പോലത്തെ ഇതിലല്ല ഉണ്ടാക്കണം. എന്നാലും അൽഫാമിനൊന്നും ഒരു ചൂടില്ല. അവര് ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചില്ലീസ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ ഭയങ്കര മോശമായിട്ടാണ്. ഒക്കെ ഒന്ന് തണുത്ത് പറഞ്ഞു വിളിച്ച പോലെ. ചോറായാലും മന്തി ആയാലും എല്ലാം. ഇനി പോട്ടെ, കഴിഞ്ഞു വലിയ കുഴപ്പമില്ല, കഴിക്കുക. അങ്ങനെ കൊല്ലത്തെ വിഷു നമ്മുടെ കഴിഞ്ഞു. ഇല്ലടാ, വിരാസത്ത് അടവാണെന്ന്. ജയിച്ചു തർക്കത്തിൽ. ഷാജീവനെ ജയിച്ചു തർക്കത്തിൽ. ഇനി ചിലപ്പോ രാവിലെ തുറന്നിട്ട് അടച്ചതാണെങ്കിലും പരാജയപ്പെട്ടു. ഞങ്ങൾ ഇതാക്കിയത്. ഞങ്ങൾ ആദ്യം വിരാസത്ത് പോയി കഴിക്കാനാണ് നിന്നിരുന്നത്. അതില് വിരാസത്തേക്ക് വിളിച്ചു ചോദിച്ചപ്പോ അവര് ഫോണൊന്നും എടുത്തില്ല. ഐ മീൻ ഇതില്ല എന്നാണ് ഞങ്ങക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുറന്നിട്ടില്ല എന്നാണ്. അപ്പൊ ഞാൻ തർക്കിച്ചു. അവര് ഗൂഗിളിൽ നോക്കിയപ്പോ വിഷുവിന്റെ ഇത് ടൈമിങ് വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോസ്റ്റ് ഇട്ടു. അപ്പോ ഞാൻ പറഞ്ഞു അത് തുറന്നിട്ടുണ്ടാവും, ടൈമിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അടവാണെന്നൊന്നും അവര് ക്ലോസ്ഡ് ആണെന്നൊന്നും അതിൽ എഴുതിയിട്ടില്ല. അപ്പൊ അതിന്റെ തർക്കത്തിൽ വിജയിച്ചതിന്റെ സന്തോഷമാണ് ഇയാൾ. ആ രണ്ടെണ്ണം ഇങ്ങോട്ട് പോയെ തല്ലുണ്ടാക്കിയിട്ട്. അതാ ലെയ്സിനടി തല്ലാണ്. ആ ഒമ്മോ അതാ അടിക്കടാ കണ്ടു കേട്ടോ, വീഡിയോ എടുക്കണ കണ്ടു. നീ ഓൻ ഷോ ഇറക്കും. ആ പോയി. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായി വിഷുവൊക്കെ എൻജോയ് ചെയ്തു. ആകെ ഉച്ചത്തെ ഭക്ഷണം മാത്രം ലേശം മോശമായി, ബാക്കിയെല്ലാം സെറ്റായിരുന്നു. അപ്പോൾ നിങ്ങളും വിഷു എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇനിയും കുറേ വീഡിയോസ് വരാണ്ട്. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ കുറേ ഇപ്പോഴും കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.